ഹൈ ഗൈസ്, ബിഗ് ബോസ് സീസൺ 6 ഞെട്ടിക്കുന്ന പ്രമോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പ്രമോന്റെ വീഡിയോസ് ഇടാറ്. ഇത് കണ്ടിട്ട് ഞാൻ കാര്യമായിട്ട് ഞെട്ടിയൊന്നുമില്ല. എന്നാലും പ്രമോ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ജിൻഡോ ചേട്ടനും മുല്ല ചേച്ചിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് നാളത്തെ പ്രമോ. വേറെ ഒന്നും കാണിക്കാനില്ല. ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. അപ്പൊ നമ്മുടെ ജിൻഡോ ചേട്ടനും മുല്ല ചേച്ചിയും അഭിഷേകും നന്ദനയും അൻസിബയും അപ്പുറത്ത് സായെന്ന് തോന്നുന്നു, ഇവരെല്ലാവരും ജയിലിന്റെ പുറത്തിരിക്കുന്ന ആ ഒരു സ്ഥലത്തിരുന്ന് വർത്താനം പറയാണ്. അപ്പൊ ജിൻഡോ മുല്ലേനോട് പറയാണ്, ഗബ്രി പോയതിന്റെ സന്തോഷം നിന്റെ മുഖത്ത് കാണാനുണ്ട്. മുല്ല ചേച്ചി, കണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം, കണ്ടില്ലേ എന്റെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ? അപ്പൊ ജിൻഡോ, നീ ഒറ്റ ഒരുത്തി കാരണമാടി അവൻ ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്തായ, നിനക്കറിയോ? നീ ഒറ്റ ഒരുത്തിയാണ് അതിനെല്ലാത്തിനും കാരണം. പാവൻ ചെക്കൻ നല്ല കഴിവുള്ള പയ്യനായിരുന്നു അവൻ. നീ ഒറ്റ ഒരുത്തിയുടെ ഒരാള് കാരണമാണ് അവൻ ഔട്ടായത്, അറിയോ നിനക്ക്? അപ്പൊ ജാസ്മിൻ ഉത്തരം മുട്ടി. അപ്പൊ ജാസ്മിൻ ജിൻഡോനോട് പറയാണ്, തനിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഈ ഗബ്രിയുടെ കാര്യം അല്ലാണ്ട് തനിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഗബ്രിയുടെ കാര്യം പറഞ്ഞ് വഴക്കിടാനാണെങ്കിൽ എന്റെ അടുത്ത് വരണ്ടാന്നായിരിക്കും മുല്ല ചേച്ചി ഉദ്ദേശിച്ചത്. എന്നെ പറയണമെങ്കിൽ എന്നെ പറയടാന്ന് വരെ നമ്മുടെ മുല്ല ചേച്ചി പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളതേ, ഇന്നലെ കരഞ്ഞു വിഷമിച്ചിരുന്ന ആള് ഇന്ന് ഇത്രയും പെട്ടെന്ന് നോക്കിയായ എന്താ അല്ലേ? പിന്നെ പ്രമോ ഇസ് നോട്ട് എ പ്രോമിസ്. വെറുതെ ഇവർ ഓരോ പ്രമോ ഒക്കെ കുത്തി കയറ്റി വിടും. വേറെ ഒന്നും കാണിക്കാനില്ല. ആകെ 30 സെക്കൻഡിന്റെ ഒരു പ്രമോ ആണ് നാളത്തേക്കുള്ള ഹൈലൈറ്റ് ആയിട്ട് ഇവർ ഇട്ടത്. എനിക്ക് തോന്നുന്നു ഷോക്ക് കിട്ടാനുള്ള പൈസയൊക്കെ കിട്ടി, ഇനി കിട്ടണത് ബോണസ് ആണ്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ എന്തെങ്കിലും ആകട്ടെ അങ്ങോട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ ഈ ഷോ കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഇന്ന് രതീഷിനെ പുറത്താക്കി, അയാൾ ഒരു ഗെയിമറായിട്ട് നിർത്തിയിരുന്നെങ്കിൽ ഇത്തിരി കൂടി രസമാവുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇവർക്ക് അതിനൊന്നും താല്പര്യമില്ല. ഇനി പഴയ സീസണിലെ കുറച്ച് ആൾക്കാരെയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ടെന്ന് ലാലേട്ടൻ എന്ന് പറയണ്ടായിരുന്നു. ഈ ആഴ്ച കുറെ ഗസ്റ്റുകൾ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു. ആര് കൊണ്ടുവരാനാടേ? കൊണ്ടുവരാനാണെങ്കിൽ കഴിഞ്ഞ സീസണിലെ ആളുകളൊക്കെ കൊണ്ടുവന്നു. റോബിനെ കൊണ്ടുവന്നു, രജിത് കുമാറിനെ കൊണ്ടുവന്നു, ഫിറോസിനെ കൊണ്ടുവന്നു, റിയാസിനെ കൊണ്ടുവന്നു. ഇതിന്റെ അപ്പുറത്തേക്ക് ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരാള് അഖിൽമാരാര എന്തായാലും വരാൻ പോണില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ശോഭേനെ രഞ്ജിനീനെ ഒക്കെ കൊണ്ടുവരുന്നു എന്ന് കേട്ടു. പക്ഷെ ഇവരൊന്നും കാര്യമില്ല. ഇവരൊക്കെ ഓൾറെഡി ഇമേജ് ഇല്ലാതെ നടക്കുന്ന, അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് അവരുടെ ഷോയിൽ തന്നെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കാതെ ഔട്ടായി പോയ ടീംസാണ്. സോ അവർ ഇതിൽ വന്ന് എന്ത് കാണിക്കാമെന്ന് എനിക്കറിയില്ല. എന്തായാലും വരട്ടെ. നമ്മൾ വരുന്നതിന് മുമ്പ് മുൻവിധിയോടെ സമീപിക്കരുതല്ലോ. എന്തായാലും മലയാളം ബിഗ് ബോസിലെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള കോണ്ടന്റ്സ് തരുന്ന ഒരു ഷോ ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. പിന്നെയും സമയമുണ്ട് ഇത് നന്നാക്കാൻ. എന്തെങ്കിലുമൊക്കെ ചെയ്ത് 2 വൈൽഡ് കാർഡിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ കണ്ടസ്റ്റൻസിനോ ആരെങ്കിലും തിരിച്ചു കയറ്റാനൊക്കെ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടട്ടെ. ഇനി കിട്ടുന്നതൊക്കെ ബോണസ് എന്നുള്ള രീതിയിലായിരിക്കും എനിക്ക് തോന്നുന്നത്. അതാണ് ഇവർക്ക് കിട്ടാനുള്ള ഫണ്ടൊക്കെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ ഒരു മാക്സിമം വലിയതൊന്നും കൊടുക്കുന്നില്ല, ഇവരെ വെച്ച് തന്നെ ഓടിക്കാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് ഷോയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. പിന്നെ ഇത് ആരെന്തിട്ടാലും എത്ര ബോറിംഗ് ആണെങ്കിലും നമ്മളിരുന്ന് കാണും. പിന്നെ ലൈവ് കാണുന്നത് കുറയും, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എൻഡ് ഓഫ് ദി ഡേ ഇത് കാണുന്നവർ ഇത് കണ്ടിരിക്കും. സോ അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. എന്തായാലും നാളത്തെ പ്രമോ ഇതാണ്. ഈ പ്രമോയിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജിൻഡോക്ക് ഇങ്ങനെ പുറത്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ ഇന്നലത്തെ എപ്പിസോഡിന്റെ റിയാക്ഷൻ കാണാത്തവർ പിൻഡ് കമന്റിൽ അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യൂ. അപ്പോൾ ശരി, ഓക്കെ.